ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ നൈറ്റിലേക്ക് സ്വാഗതം. ഫാനൊന്നും അധികം സ്പീഡിൽ ഇടാൻ പറ്റൂല. ഇതിനെയൊക്കെ അങ്ങ് തിരിച്ച് മാളത്തിലോട്ട് വലിക്കും കേട്ടോ. കണ്ട രാത്രി നമ്മൾ ഈ സീറോ ബൾബ് ഇട്ടിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ മോക്ക് ഞാൻ വീട്ടിൽ നിളാന്നാണ് കേട്ടോ പേരിട്ടത്. ഒറിജിനൽ പേര് അതല്ല, അതൊക്കെ നൂലിയിട്ട് സമയത്ത് റിവീലാക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ കണ്ണ് രണ്ടും കണ്ടില്ലേ, അടിച്ച ഓംപ്ലേറ്റ് കണക്കാണ് ഇരിക്കുന്നത്. ഉറക്കമില്ല. 10:30 പാൽ കുടിച്ച 12:30, 2:30, 3:30, 4:30 അങ്ങനെ ഒരു റൊട്ടീൻ വെച്ചാണ് ഇവള് രാത്രി എണീച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. പകൽ ഫുൾ ടൈം ഉറക്കമായിരിക്കും. പിന്നെ ഈ സമയങ്ങളിലെല്ലാം ഞാൻ എന്തായാലും എണീക്കാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കമില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് അപ്പോഴപ്പോഴിങ്ങനെ എണീക്കും, അപ്പുറത്തോട്ട് നോക്കും, കിടക്കും, എണീക്കും, അപ്പുറത്തോട്ട് നോക്കും, കിടക്കും കേട്ടോ. പിന്നെ പേഴ്സണലി നമ്മൾ കരിയും പൗഡറും കാര്യങ്ങളൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആദ്യമേ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. പിന്നെ ഡോക്ടറും അത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പറയുന്ന മുമ്പേ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു കരിയും പൗഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന്. നമ്മളെ വീട്ടിലെ പേരായതുകൊണ്ട് പറയല്ല, ആവശ്യത്തിന് നോക്കി ഒരെണ്ണം കാണില്ല കേട്ടോ. അല്ലാത്തപ്പം നോക്കി അപ്പോൾ ഈ സംഭവമൊക്കെ നമുക്കൊന്ന് പറിക്കാം. കുറേയൊക്കെ വവ്വാല് തിന്നുകൊണ്ട് പോയി. ഉളുപ്പ് എന്ന് പറയണ കാര്യം വവ്വാലിനും ബാധകമാണ് കേട്ടോ. തിന്നണമെങ്കിൽ മൊത്തത്തിൽ തിന്നിട്ട് പോകണം. പൈസ അങ്ങനെ ഒരു പേരയ്ക്ക കിട്ടി കേട്ടോ. ഞാൻ തിന്നൊന്നുമില്ലേ, ചുമ്മാ അവിടെ പറിച്ചിട്ട് വെച്ചിരിക്കും, ആരെങ്കിലും തിന്നട്ടെ. പിന്നെ ഇന്ന് പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി കേട്ടോ. അടുത്തുള്ള അക്ഷയ പോയിട്ട് കുഞ്ഞ് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും ഹോസ്പിറ്റലിലും പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് എന്തൊരു കേക്കാണ് ആക്ച്വലി? ഇത് എന്തിനാണ് കേക്ക്? ഇന്ന് ബനാന കേക്ക് തന്നെ ആയിരിക്കണം. ഗൈസ്, കേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച് അടുക്കള കയറ്റിയാണ്. ഇത് കേക്ക് ആവോ അത് വേറെ എന്തെങ്കിലും ആവോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബനാന കേക്ക് ഉണ്ടാക്കേണ്ട സെറ്റപ്പിൽ ഇതാ ഇവിടെയൊക്കെ ഫുള്ള് കുളമാക്കി ഇട്ടിട്ടുണ്ട്. ബനാന കേക്കിൻ്റെ ബനാന വിത്ത് ക്രീം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഗയ്സ്, ഫൈനലി നമ്മുടെ കേക്ക് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും വലിയ കുക്കറിനകത്ത് നമ്മളെ കേക്ക് ഇരിക്കുന്നത്. ഇപ്പിടി കേക്ക് കേക്ക് കാണാൻ സംഭവം വൃത്തിയൊക്കെയുണ്ട്. തണ്ടിപ്പരിപ്പിട്ടുകൊണ്ടാണ് അവര് വൃത്തിയിലിരിക്കണത്. ഇനി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യം നോക്കാം. ഒരു മണിക്കൂറാ? ഗൈസ്, സംഭവം കേക്ക് വന്നില്ല. അപ്പൊ ഒന്നുകൂടെ വേവിക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചിട്ട് വെച്ചൊക്കെയാണ് ഗൈസ്. നമുക്ക് വെന്തിട്ട് ടേസ്റ്റ് നോക്കാം. എനിക്ക് ചായയോടെ എന്തായാലും വേണം ഗൈസ്. ഫൈനലി നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ വേണമെന്നാണ് പറയണത്. പക്ഷെ ഞാൻ ഇപ്പോഴേ തിന്നാൻ പോവുകയാണ്. മാറ്റമൊന്നുമില്ല, ഞാൻ തിന്നാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റില്ല, അരമണിക്കൂറോടെ കഴിഞ്ഞ് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും വേവോളം കാത്തില്ല, ഇനി നമുക്ക് 6ഓളം കാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.